ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്ലൗസ് കട്ടിംഗ് വീഡിയോയിൽ നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പം വരുത്തേണ്ട മാറ്റങ്ങളാണ്. ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ എല്ലാ അളവുകളും നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എടുക്കാൻ പറ്റുന്ന അളവ് വെച്ച് നമുക്ക് ഷോൾഡർ ടു പോയിൻ്റ് വരെയുള്ള അളവും ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള അളവും ഓരോ വണ്ണത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ എടുക്കാമെന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അതുമാത്രമല്ല, നമുക്ക് സ്ലീവ് പ്ലെയിൻ സ്ലീവ് ആണെങ്കിൽ അല്ലെങ്കിൽ പഫ് സ്ലീവ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഷോൾഡറിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, പഫ് സ്ലീവ് ആവുമ്പോൾ നമുക്ക് ഷോൾഡറിൽ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്താൻ പറ്റും, ബ്ലൗസ് കൂടുതൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടി. അപ്പോൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പം ബിഗിനേഴ്സിന് വരുന്ന ഒത്തിരി സംശയങ്ങൾക്കുള്ള മറുപടി ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ബ്ലൗസ് പീസ് ഇതുപോലെ തേര് വശങ്ങൾ രണ്ടും കൂടി ചേർത്ത് നല്ല വശം അകത്താക്കി ഇങ്ങനെയാണ് മടക്കിയിട്ടേക്കുന്നത്. ഈ ലെങ്ത് വൈസ് നീളവശത്തു നിന്നാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഈ താഴ്ഭാഗം ലെവലില്ലെങ്കിൽ നമുക്കിതുപോലെ കട്ട് ചെയ്ത് ലെവലാക്കാം. ഈ ബ്ലൗസിൻ്റെ അളവുകൾ: ബ്ലൗസ് ലെങ്ത് 14 ഇഞ്ച്, ചെസ്റ്റ് 40, ബ്രസ്റ്റ് 42, വേസ്റ്റ് 34, ഷോൾഡർ 16, ആം ഹോൾ റൗണ്ട് അത് 17 ഇഞ്ച്. പിന്നെ ബോഡി പാർട്ടും പോയിന്റ് വരെയുള്ള ലെങ്ത് ഒന്നും നമുക്ക് എടുത്തിട്ടില്ല. അതൊക്കെ നമുക്ക് ഈ കിട്ടിയ അളവുകളിൽ നിന്ന് നമ്മൾ ഇനി കണ്ടുപിടിക്കും. ഇപ്പോൾ ഈ ബ്ലൗസിന് വേസ്റ്റും ബ്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം 8 ഇഞ്ചാണ്. 14 ഇഞ്ച് ബ്ലൗസിൻ്റെ നീളം, നമുക്ക് 1 ഇഞ്ച് കൂടെ ചേർത്ത് 15 ഇഞ്ച്. കുറച്ച് ഇങ്ങോട്ടും 15. ഈ രണ്ട് പോയിന്റും കൂടെ ലെവൽ ചെയ്ത് വരയ്ക്കാം. ഇവിടെ ഷോൾഡർ 16 ആണ്. നമ്മൾ അതിൻ്റെ നേരെ പകുതി 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. എത്ര ഷോൾഡർ ആണെങ്കിലും അതിൻ്റെ നേരെ പകുതി. ബാക്ക് കഴുത്തിറക്കം 9 ഇഞ്ചാണ്. അത് അതുപോലെ 9 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഒരു ബ്ലൗസ് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ അതിൻ്റെ ബോഡി പാർട്ട്, ഫ്രണ്ട് ബോഡി പാർട്ട്, ഷോൾഡർ, ആം ഹോള് ഇതൊക്കെയാണ് ഏറ്റവും കറക്റ്റായിട്ടിരിക്കേണ്ടത്. എന്നാൽ കഴുത്തകലത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്കിപ്പം ബാക്ക് 9 ഇഞ്ച് ഇറങ്ങിയത് കൊണ്ട് ഷോൾഡറിൻ്റെ ഇങ്ങോട്ട് കുറയ്ക്കണം. നമ്മുടെ ഷോൾഡർ 16, അതിൻ്റെ പകുതി 8 മാർക്ക് ചെയ്ത് ഈ 8-ൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കുറച്ച് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഓരോ കഴുത്തിറക്കത്തിനനുസരിച്ചും ഷോൾഡർ എത്ര കുറയ്ക്കുന്നു എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടി ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് 9 ഇഞ്ച് ഇറങ്ങുമ്പം ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ട് കുറയ്ക്കണം. ഫുൾ ഷോൾഡറിൽ നിന്നല്ല, പകുതി ഷോൾഡറിൽ നിന്ന് 1.5 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഷോൾഡർ 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് നമുക്ക് കുറച്ച് താഴേക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ണം അത് ചെസ്റ്റ് വണ്ണം അല്ല, ബ്രസ്റ്റ് വണ്ണമാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ബ്രസ്റ്റ് 42 ഇഞ്ചാണ്. അതിൻ്റെ 4-ൽ1 ഭാഗം എടുത്ത് അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂടെ കൂട്ടിയാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ 10.75 മാർക്ക് ചെയ്യാം. 42-നെ 4 കൊണ്ട് ഭാഗിക്കുമ്പം 10.5 വരും. അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂടെ കൂട്ടുമ്പം 10.75. തയ്യൽ തുമ്പ് 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് കൊടുക്കാം. ഷോൾഡർ 6-ൽ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അത് താഴേക്ക് ജസ്റ്റ് ഒന്ന് വരച്ചതേ ഉള്ളൂ. അത് നമുക്ക് കറക്റ്റായിട്ട് 5.5 കൊടുക്കാം. ഈ 5.5-ൽ കുറച്ച് മാറ്റം വരും. ചിലപ്പോൾ കൂട്ടേണ്ടി വരും, കുറയ്ക്കേണ്ടിയും വരും. ഇവിടെ നമ്മുടെ ആം റൗണ്ട് 17 ഇഞ്ചാണ്. 17 ഇഞ്ച്. അപ്പം നമ്മൾ ഇവിടെ എടുക്കുമ്പം 17-ൻ്റെ പകുതി 8.5 വേണം. ഇവിടെ വരെയാണ് 8.5, ഈ തുമ്പിലൊന്നുമല്ല, ഇവിടെ വരെ. അപ്പം നമുക്കിവിടെ ഷേപ്പ് വരയ്ക്കാം. ഈ 5.5-യുടെ പകുതി 2.75 മാർക്ക് ചെയ്യാം. നമുക്കിങ്ങനെ ഷേപ്പ് കൊടുക്കാം. ഇവിടെ മുതൽ ഷേപ്പ് തുടങ്ങിയാൽ മതി. ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഒരു പോയിന്റും വിട്ടതിന് ശേഷം ഇത് മാർക്ക് ചെയ്ത് നോക്കാം. അളന്ന് നോക്കാം. നമുക്ക് 17 ആണ്, അതിൻ്റെ പകുതി 8.5 നമുക്ക് വേണം.
കറക്റ്റ് 8.5 നമുക്ക് കിട്ടിയേക്കുന്നത്. എപ്പോഴും ഇങ്ങനെ കറക്റ്റ് കിട്ടത്തില്ല, നമുക്കത് കൂടുതലും കുറവും ഒക്കെ വരും. ഇതിപ്പോൾ കൂടുതൽ, ഇപ്പോൾ ഇത് 8.5 എന്നുള്ളത് നമുക്ക് ഇത് 9 വന്നതെങ്കിൽ ഈ ലൈൻ കുറച്ചും കൂടി മുകളിലോട്ട് വരച്ച് അതിന് ഷേപ്പ് വരയ്ക്കണം. അതേപോലെ ഇതിപ്പോൾ കുറവാണെങ്കിൽ നമ്മൾ ഈ ലൈൻ താഴോട്ട് വരച്ചിട്ട് ഷേപ്പ് വരയ്ക്കാം. ഇനി നമുക്ക് കഴുത്തകലം എടുക്കാം. കഴുത്തകലം കണ്ടുപിടിക്കുന്നത് ചെസ്റ്റ് വണ്ണത്തിന് 12 കൊണ്ട് ഭാഗിച്ചിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ചെസ്റ്റ് 40 ഇഞ്ചാണ്, അതിന് 12 കൊണ്ട് ഭാഗിക്കുമ്പം 3.3 വരും. 3.33 അങ്ങനെ വരും. 3.3 എന്ന് പറയുന്നത് നമ്മുടെ ഈ 3 ഇഞ്ചും പിന്നെ ഈ 3 കുഞ്ഞ് അളവുകളുമാണത്. അപ്പോൾ നമുക്ക് ഈ 3.25 എടുത്താൽ മതി. ഈ 3ഉം ഈ 2 പോയിൻറ്റും 3.25. കഴുത്തിറക്കം കുറവാണെങ്കിൽ നമുക്ക് ഇത് അതുപോലെ തന്നെ എടുക്കാം. ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് 6 ഇഞ്ച് വരെ കഴുത്ത് ഇറങ്ങിയിട്ടുള്ളെങ്കിൽ നമുക്ക് ഇതേ 3.3 അല്ലെങ്കിൽ 3.25 നമുക്ക് ഇവിടെ എടുക്കാം. ഇവിടെ ഇപ്പോൾ 9 ഇഞ്ച് കഴുത്ത് ഇറങ്ങിയിട്ടുണ്ട്. 9 ഇഞ്ച് 10 ഇഞ്ച് അങ്ങനെയൊക്കെ കഴുത്തിറങ്ങുമ്പോൾ നമുക്ക് ഈ 3.3 എന്നുള്ളതിൽ നിന്ന് തയ്യൽ തുമ്പ് ഇങ്ങോട്ട് കുറയ്ക്കാം. അതായത് നമ്മൾ തച്ച് കഴിയുമ്പോൾ മതി ഈ 3.3. അപ്പോൾ അതിലും കുറച്ചെടുത്താൽ മാത്രമേ തച്ച് കഴിയുമ്പം 3.3 3.25 അതാണ്. ഇപ്പം നമുക്കിവിടെ 3 ഇഞ്ച് മതി. ഇപ്പം ഇവിടെ ഷോൾഡർ 3.5 ഉണ്ട്. ഈ 3.5 നമ്മൾ തച്ച് കഴിയുമ്പോൾ ഒരു 3-നകത്തേ വരുള്ളൂ. 2.25 ഒരു പോയിൻ്റൊക്കെ വരുള്ളൂ ഇവിടെ തച്ച് കഴിയുമ്പോൾ. ഇവിടെയും തയ്യൽ തുമ്പ് പോകുമ്പോൾ. വേസ്റ്റ് വണ്ണം, ഈ ഭാഗത്ത് വരുന്ന വണ്ണം 34 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഭാഗിക്കുമ്പം 8.5 വരുന്നത്. 8.5. പിന്നെ ഇവിടെ ഡാർട്ട് എടുക്കും, അതിൻ്റെ 1 ഇഞ്ച് 9.5 വന്നിട്ടുള്ളത്. ഈ ഒരു ലൈൻ ഇല്ല. ഇത് തയ്യൽ തുമ്പ്, ഇത് നമ്മളെ വണ്ണത്തിൻ്റെ മാർക്കിങ്. ഇനി ആദ്യം പറഞ്ഞ കാര്യം പറയാം. നമുക്ക് പ്ലെയിൻ സ്ലീവിന് എടുക്കുന്ന പോലെയല്ല പഫ് സ്ലീവിന് ഷോൾഡർ എടുക്കുന്നത്. പഫ് സ്ലീവ് എന്ന് പറയുമ്പം ഇവിടെ ഫ്രീ ആവും. ഇവിടെ ഇങ്ങനെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പ്ലീറ്റ് വരുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ടൈറ്റ് ആവത്തില്ല. ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ടൈറ്റ് ഉണ്ടാവില്ല. അതേസമയത്ത് പ്ലെയിൻ സ്ലീവ് ആണെങ്കിൽ ഇവിടെ ടൈറ്റായിട്ടിരിക്കും. അപ്പം നമുക്ക് കഴുത്തകലവും ഷോൾഡറും കറക്റ്റ് അല്ല നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ ഈ കഴുത്തകലം അങ്ങോട്ട് മാറും. അപ്പം ഇതിങ്ങോട്ട് മാറും. ഷോൾഡറിൽ കറക്റ്റായിട്ടിരിക്കേണ്ട ഈ ഷോൾഡർ ഇങ്ങോട്ട് മാറി നിൽക്കും. ഇവിടെ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. പ്ലീറ്റ്സ് വരുന്നതുകൊണ്ട് ഇവിടെ ഫ്രീ ആണ്. ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്ന ആ ഒരു പ്രശ്നം ഇവിടെ ഒഴിവാകും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മാറ്റം കൂടി വരുത്താനുണ്ട്. അത് നമുക്ക് ഫ്രണ്ട് പാർട്ടും കൂടെ കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം. ഇവിടെ കഴുത്ത് വെട്ടിപ്പോകുമ്പം ബിഗിനേഴ്സിന് ഈ ഭാഗത്ത് ഈ ഒരു ലൈൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കഴുത്ത് പിന്നീട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനായിട്ട് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ മടക്കൊന്നും നോക്കണ്ടേ. ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസുകൾക്ക് ഈ മടക്കൊന്നും പ്രശ്നമില്ല. ഏത് സൈഡ് ഓപ്പൺ ആയാലും പ്രശ്നമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഈ ഭാഗത്ത് വണ്ണം കിട്ടണം. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയാണ് വണ്ണം കൂട്ടേണ്ടത്. ഇവിടെ നമ്മൾ സെയിമായിട്ട് വന്നിട്ട് ഇങ്ങോട്ട് നമ്മൾ വണ്ണം കൂട്ടണം. അപ്പോൾ അത്രത്തോളം വണ്ണം ഇവിടെ ഉണ്ടാന്ന് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം ഇത് ഇട്ടാൽ മതി, വേറൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ലൈൻ നമുക്കിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ കൂടുതൽ അധികം കിടന്നോട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് പോയാൽ മതി. ഇവിടെ ആ ചെസ്റ്റ് വണ്ണത്തിൻ്റെ ഭാഗത്ത് സെയിം അതേപോലെ. ഇനി ആംഹോളൊക്കെ അതുപോലെ വരയ്ക്കാം. ഇവിടെ കട്ട് ചെയ്യാത്തത് കൊണ്ട് ഈ സൈഡ് വരയ്ക്കാൻ ഈസി ആയിരിക്കും. കഴുത്തകലം മാർക്ക് ചെയ്തിട്ട് നമുക്കിനി ബാക്ക് എടുത്ത് മാറ്റാം. നമുക്ക് എത്രയാണോ കഴുത്തിറക്കം വേണ്ടത് അത്. ഫ്രണ്ട് 6.5 മതിയാവും.
ബാക്കിലെടുത്ത അതേ കഴുത്തകലം മാർക്ക് ചെയ്യാം. നമുക്കിതിൽ ഷേപ്പ് വരയ്ക്കാം. ഇനി പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ്, നമ്മുടെ ഫ്രണ്ടിലെ ഈ ബോഡി പാർട്ട്. ഇതിൻ്റെ അളവുകൾ കറക്റ്റ് ആയിരിക്കണം. നമുക്ക് നേരിട്ട് ശരീരത്തിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്കിപ്പം കിട്ടിയ അളവുകൾ വെച്ച് നമുക്ക് എടുക്കാം. ചെസ്റ്റ് ബ്രസ്റ്റ് വെച്ചും എടുക്കാം. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഷോൾഡറിൽ നിന്ന് പോയിന്റ് വരെയുള്ള ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മുടെ ചെസ്റ്റ് വണ്ണം, ഇവിടെ ചെസ്റ്റ് 40 ഇഞ്ചാണ്. അതിന് 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ 10 കിട്ടും. ഈ 10ൻ്റെ കൂടെ 1/2 ഇഞ്ച് നമുക്ക് കൂട്ടണം, അപ്പോൾ 10.5 ആവും. അതിൻ്റെ കൂടെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ചും കൂടെ കൂട്ടണം, അപ്പോൾ 11 ഇഞ്ച്. അങ്ങനെയാണ് ഈ ഭാഗം 11 ഇഞ്ച് നമുക്ക് കിട്ടുന്നത്. ഇത് കറക്റ്റ് പോയിൻ്റ് ലെങ്താണേ. ചെസ്റ്റിൻ്റെ 4 എടുത്തിട്ട് 1/2 ഇഞ്ച് തുമ്പും അതല്ലാതെ ഒരു 1/2 ഇഞ്ച്. ഇവിടെ ഇപ്പം നമുക്ക് ചെസ്റ്റിന് 4 എടുത്തിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയതാണ്. ഇവിടെ 1/2 ഇഞ്ച് കൂട്ടിയത് തുമ്പിനല്ല, ഇവിടെ മാത്രമാണ് തുമ്പിന് കൂട്ടിയത്. ഇതല്ലാതെ ആ ഒരു ഹൈറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 1/2 ഇഞ്ച് ഇവിടെ 1/2 ഇഞ്ചും അങ്ങനെ 1 ഇഞ്ച് കൂട്ടിയത്. ഇത് 42 ബ്രസ്റ്റും 40 ചെസ്റ്റുമാണ്. ഇനി ഒരു 36, 37 ഒക്കെ ഉള്ള വണ്ണം, വളരെ ചെറിയൊരു സൈസ്, ഹൈറ്റും കുറവാണെങ്കിൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഭാഗിക്കുന്ന അളവ് സെയിം അതുപോലെ അങ്ങ് എടുത്താൽ മതി. അതിൽ ഈ 1/2 ഇഞ്ച് ഇവിടെ 1/2 ഇഞ്ച് ഒന്നും കൂട്ടണ്ട. അതുപോലെ അതേ ചെസ്റ്റ് ഉള്ളവർക്ക് ഹൈറ്റ് ഉണ്ടെങ്കിൽ 1 ഇഞ്ച് കൂട്ടണം. ഒരു ഹൈറ്റ് കൂടുന്നതുകൊണ്ട് മാത്രമാണ്. ഇനി ഓവറായിട്ട് ബ്രസ്റ്റ് സൈസ് ഉള്ളവർക്ക്, ഇവിടെ ഇപ്പോൾ 8 ഇഞ്ച് വ്യത്യാസം വേസ്റ്റും ബ്രസ്റ്റും തമ്മിലുണ്ടെങ്കിലും അതിനേക്കാളും ഒത്തിരി ബ്രസ്റ്റ് ഉള്ളവർക്ക് നമ്മളിവിടെ ബ്രസ്റ്റിൻ്റെ അളവാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് വണ്ണത്തിന്, ഈ ഭാഗത്ത് വരുന്ന വണ്ണത്തിന് 4 കൊണ്ട് ഭാഗിച്ച് അതിൻ്റെ കൂടെയാണ് 1 ഇഞ്ച് കൂട്ടുന്നത്. പിന്നെ ചെറിയ വ്യത്യാസങ്ങൾ കാണും, പൊക്കം കൂടിയതും പൊക്കം കുറഞ്ഞതും അല്ലാതെ ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. അതുപോലെ ഇനി നമുക്ക് ബോഡി പാർട്ട്, ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് എത്ര എടുക്കുമെന്ന് നോക്കാം. ഈ ബ്ലൗസ് 42 ഇഞ്ച് ബ്രസ്റ്റും 40 ചെസ്റ്റും ആണല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടിൻ്റെ ഇറക്കം എടുക്കുന്നത് ബ്രസ്റ്റിനെ 3 കൊണ്ട് ഭാഗിക്കാം. അപ്പോൾ നമുക്ക് എത്ര വരും? ഇവിടെ 42 അല്ലേ, 14 ഇഞ്ചാണ് വരുന്നത്. 14 ഇഞ്ച്. ബ്ലൗസ് ഇറക്കത്തിൽ നിന്നും ഇത് സെയിം ആയിട്ട് വരുന്നതുകൊണ്ടൊന്നും നമ്മൾ നോക്കണ്ട. ഫ്രണ്ട് പാർട്ട് കറക്റ്റായി കിട്ടണം. ഇവിടെ ബാൻഡ് വലുതായോ ചെറുതായോ ഒന്നും നമുക്ക് പ്രശ്നമില്ല, അതൊക്കെ നമുക്ക് അല്ലാതെ പറയാം. അപ്പോൾ ഇവിടെ വരെയാണ് ബോഡി പാർട്ടിൻ്റെ 14 ഇഞ്ച് വന്നിരിക്കുന്നത്. ഈ 14 ഇഞ്ചാണ്, ഇതിൽ മാറ്റമുണ്ട് പറയാം. ബ്രസ്റ്റ് വണ്ണത്തിനെ 3 കൊണ്ട് ഭാഗിച്ചാണ് നമുക്കിവിടെ ഇത് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ ഇതേ പാർട്ട് ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ്, ഈ ഫുള്ള് ബോഡി പാർട്ടിൻ്റെ അളവാണ് പറയുന്നത്. ഇതേ പാർട്ട് നമുക്ക് 36, 37 വണ്ണം മാത്രമുള്ള ചെറിയ സൈസുള്ളവർക്ക് നമ്മൾ ഈ എടുക്കുന്നത് ചെസ്റ്റിന് 3 കൊണ്ട് ഭാഗിച്ചാണ് എടുക്കുന്നത് കേട്ടോ. ചെസ്റ്റ് വണ്ണത്തിന്, അതായത് നമ്മളെ കൈക്കുഴിയുടെ ഭാഗത്ത് എടുക്കുന്ന വണ്ണത്തിൻ്റെ റൗണ്ട്, അതിൻ്റെ 1/3 നമ്മൾ ഇവിടെ നിന്ന് ഇവിടം വരെ എടുക്കുന്നത്. 1/3 എടുത്ത് തുമ്പൊന്നും ചേർക്കാതെ തന്നെ അവർക്ക് കറക്റ്റ് ആവും. ഇനി ഇതേ വണ്ണമുള്ളവർക്ക്, ഈ 42 ബ്രസ്റ്റൊക്കെ ഉള്ളവർക്ക് നമുക്ക് 1/2 ഇഞ്ച് തുമ്പ് ചേർക്കാം. 1/2 ഇഞ്ച് തുമ്പ്. അപ്പോൾ 3/1 എടുത്തതിന് ശേഷം ബ്രസ്റ്റിനെ 3 കൊണ്ട് ഭാഗിച്ചതിന് ശേഷം 1/2 ഇഞ്ച് ചേർക്കാം. 1/2 ഇഞ്ച് ഈ ബ്ലൗസിന് ചേർക്കുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ക്രോസ് പീസാണ്. ഇത് കുറച്ചൊന്നും വലിഞ്ഞ് വരുന്നത് കൊണ്ട് നമുക്കിവിടെ ആ ഒരു പാർട്ട് 1/2 ഇഞ്ച് ഇവിടെ കൂട്ടണ്ട. അപ്പോൾ ഇവിടെയും 36, 37 അല്ല, ഇത് 42 ഇഞ്ചാണ് ബ്രസ്റ്റ്. എന്നിട്ട് ഇവിടെ 1/2 ഇഞ്ച് തുമ്പ് ചേർക്കുന്നില്ല. ഇത് ഒരുപാട് ഹൈറ്റുള്ള ആളല്ല, ഹൈറ്റ് കുറവാണ്, ഫ്രണ്ട് ക്രോസ് പീസുമാണ്. അപ്പോൾ നമുക്കിവിടെ ഇത് കറക്റ്റായിട്ട് വലിഞ്ഞങ്ങ് നിൽക്കും. അതുകൊണ്ടാണ് 3/1 എടുത്ത് ബ്രസ്റ്റിനെ 3 കൊണ്ട് ഭാഗിച്ച് അത് മാത്രം എടുത്തിട്ട് തുമ്പ് ചേർക്കാത്തത്. ചില ബ്ലൗസുകൾക്ക് ഇതേ ഹൈറ്റും നല്ല ബ്രസ്റ്റ് സൈസും ഒക്കെ ഉള്ളവർക്ക് നമ്മളിവിടെ ബ്രസ്റ്റ് അളവിനെ 3 കൊണ്ട് ഭാഗിച്ച്, ചെസ്റ്റ് അല്ല ബ്രസ്റ്റ് അളവിനെ 3 കൊണ്ട് ഭാഗിച്ച് അതിന് നമുക്ക് 1 ഇഞ്ച് തുമ്പും കൂടെ കൂട്ടാം. ഷോൾഡർ അവിടെ ഇവിടെ. സൈസ് കൂടുതലുള്ളവർക്കാണേ
ഹൈറ്റും സൈസും കൂടുതലുള്ളവർക്ക് ഇതേ 1/3 എടുത്തിട്ട് 1 ഇഞ്ച് തുമ്പും കൂടി കൂട്ടാം. ചിലർക്ക് വെറും 1/4 ഇഞ്ച് മാത്രം കൂട്ടിയാൽ മതിയാവും. അപ്പോൾ ഇത്രയും ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്കണേ. ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ചെസ്റ്റ് എടുക്കേണ്ടത് ആർക്കാണ്, ബ്രസ്റ്റ് കൊണ്ട് എടുക്കേണ്ടത് ആർക്കാണ് എന്നുള്ളത്. ഫ്രണ്ടിൻ്റെ വണ്ണം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ബാക്ക് പീസിൻ്റെ വണ്ണം എടുക്കണം. ബാക്ക് പീസിൽ നമുക്ക് പോയിൻ്റ് വരുന്ന ഭാഗത്തിൻ്റെ വണ്ണം എത്രയെന്ന് എടുക്കണം. ഈ ബ്ലൗസിൽ നമുക്ക് ഷോൾഡറിൽ നിന്ന് പോയിൻ്റ് വരെ 10.5 ഇഞ്ചാണ്. 4/1 എടുക്കുമ്പം 10 ഇഞ്ചും 1/2 ഇഞ്ചും ചേർത്ത് 10.5 ഇഞ്ച്, ജോയിൻ ചെയ്യാനുള്ള 1 ഇഞ്ച്, 11 ഇഞ്ചാണ് നമ്മളിവിടെ എടുത്തത്. അപ്പോൾ പോയിൻ്റ് വരെ 10.5 ഇഞ്ചാണ്. അപ്പോൾ ആ 10.5 ഇഞ്ച് നമുക്ക് ഇതിലൊന്ന് മാർക്ക് ചെയ്യാം. പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്തുള്ള വണ്ണം ഇവിടെ 10.25 ഇഞ്ചാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ചരിഞ്ഞ് പോയിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ 10.25 ആയത്. ഇവിടെ ഇത്രയും ഭാഗം വണ്ണം കുറയുമല്ലേ, ചരിഞ്ഞ് വരുന്നുണ്ട്, ഇവിടെ വേസ്റ്റ് ഭാഗം ചരിഞ്ഞ് വരുന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ 10.25 നമുക്കുള്ളു. അപ്പോൾ നമ്മൾ ബാക്ക് വെട്ടിയപ്പോൾ വണ്ണം എടുത്തത് 10.25. അപ്പോൾ 10.25 10.25 തമ്മിലുള്ള വ്യത്യാസം 1/2 ഇഞ്ച്. ഈ 1/2 ഇഞ്ച് കൂടെ നമ്മൾ ഫ്രണ്ടിൽ എടുക്കണം. ബാക്കിലുണ്ടായിരുന്ന വണ്ണം 10.25. ആ 10.25 അതിൻ്റെ കൂടെ നമുക്ക് ബാക്കിൽ കുറവുള്ള 1/2 ഇഞ്ച്, ഇപ്പോൾ 11.25. പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച്. ഇതാണ് നമ്മൾ അളവ്. വണ്ണത്തിൻ്റെ മാർക്ക് ഇതാണ്. ഇതിൽ കറക്റ്റ് ഇത് തുമ്പ് ഉൾപ്പെടെയാണ്, തുമ്പില്ലാതെ നമുക്ക് നോക്കാം. ബാക്കിലെടുത്ത വണ്ണം ഈ ഭാഗത്തെടുത്തത് 10.25. അതിൻ്റെ കൂടെ ഈ 10.25ൻ്റെ കൂടെ ഇപ്പം ബാക്കിൽ ചരിഞ്ഞു പോയത് കൊണ്ട് വണ്ണം കുറഞ്ഞ ആ 1/2 ഇഞ്ച്, അപ്പോൾ 11.25. അതാണ് ഈ ലൈൻ. പിന്നെ ഇത് തയ്യൽ തുമ്പ്. ഇവിടെ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തത് ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ലൈനിൽ നിന്ന് നമ്മൾ ബോഡി പാർട്ട് മാർക്ക് ചെയ്ത ഈ ലൈനിൽ നിന്ന് 1.5 ഇഞ്ച് മുകളിലോട്ട്, ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് എടുക്കാം. 1.25 ആയാലും മതി. ഇനി നമുക്കിവിടെ ഈ ടക്കിൻ്റെ അകലം മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 42 ഇല്ലേ, അതിനെ 10 കൊണ്ട് ഭാഗിക്കുമ്പം 4.2, അതായത് 4.25 മാർക്ക് ചെയ്തു. ആ ലൈൻ നേരെ താഴേക്ക്. ഇവിടുന്ന് ടക്കിന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഇങ്ങോട്ട് കൊടുക്കാം. ഒരുപാട് ഫ്രണ്ട് വണ്ണം കൂടിയവർക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 കൊടുക്കും. ഇവിടെ ഇപ്പോൾ ഞാനൊരു 1/2 ഇഞ്ചാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. അതെവിടെ നിന്നാണ്, നമ്മുടെ കഴുത്തിൻ്റെ ആ ലൈനിൽ നിന്നാണ് ഇങ്ങോട്ട്. കഴുത്ത് ഇവിടം വരെ വന്ന് നിൽക്കുകയാണേ. ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് പട്ടയ്ക്ക് വേണ്ടി ഒന്നും സെപ്പറേറ്റ് കൊടുക്കുന്നില്ല, അതെല്ലാം ചേർത്താണ് നമ്മൾ ബ്രസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തിരിക്കുന്നത്. ബ്രസ്റ്റ് വണ്ണം എടുത്ത് ചെസ്റ്റ് എടുക്കുകയല്ല, ബ്രസ്റ്റ് വണ്ണമാണ് എടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം അതിൽ വരും. അപ്പോൾ കഴുത്തിൻ്റെ അതേ പോയിന്റിൽ നിന്നാണ് ഇങ്ങോട്ട് ചരിച്ച് കൊടുക്കുന്നത്. ഇനിയും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പറയാൻ പോകുന്നത്, നമുക്ക് ടക്ക് എത്ര ഇഞ്ചാണ് പിടിച്ച് തയ്ക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ എടുത്ത വണ്ണവും ഇതാ ഈ വേസ്റ്റ് ഭാഗത്ത്, ബാക്കിൻ്റെ വേസ്റ്റ് ഭാഗത്ത് വരുന്ന വണ്ണവും വെച്ചാണ് നമ്മളത് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത എത്രയൊക്കെയാണ്, 10.25, ബാക്കിൽ 1/2 ഇഞ്ചും ചേർത്ത് തയ്യൽ തുമ്പും, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിവിടെ 12.25 ഈ ലൈനിൽ വരുന്നത്. ഈ ഭാഗത്ത് വരുന്നതാണെങ്കിൽ നമുക്ക് 34 വേസ്റ്റ്, അതിന് 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ 8.5 വരും. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പാണ് ഇവിടെ വരുന്നത്. 8.5യും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആകുമ്പോൾ നമുക്കിവിടെ 10 ഇഞ്ച് വരും. അപ്പം ഇവിടുത്തെ ഈ ഭാഗത്തുള്ള 12.25, അത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി 12.25 അങ്ങ് 13 ഇഞ്ചാക്കിക്കോ. 13 ഇഞ്ച്, 12.25 കറക്റ്റ്. അപ്പോൾ ഇവിടെ 13 ഇഞ്ച്, അതിൻ്റെ കൂടെ ഇവിടെ നമുക്ക് വരുന്നത് 10 ഇഞ്ച്, ഈ ഭാഗത്ത് വരുന്നത് 10 ഇഞ്ച്. അപ്പം 3 ഇഞ്ചിൻ്റെ വ്യത്യാസമാണ് വരുന്നത്. ആ 3 ഇഞ്ചാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഈ 3 ഇഞ്ചിൻ്റെ പകുതി അങ്ങോട്ടും ഇങ്ങോട്ടും, 1.5 ഇഞ്ച് ഇങ്ങോട്ടും 1.5 ഇഞ്ച് ഇങ്ങോട്ടും നമുക്ക് എടുക്കാം. ഈ ഒരളവിൽ ഒരല്പം പോയിന്റ് ചെറിയ വ്യത്യാസമൊക്കെ വന്നാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച്. ഇത് നമുക്ക് ചേർത്ത് ഈ പോയിന്റിലേക്ക്
നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ഇവിടെ 1.25 മാർക്ക് ചെയ്തതും ഇതുമായിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ 1.25 1.5 മാർക്ക് ചെയ്ത് ഇവിടെ അതും നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് പുറത്തോട്ട് കൊടുത്തിട്ടുണ്ട്. അതിലും കൂടെ ടച്ച് ചെയ്താണ് നമ്മൾ ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിന്റും ഇവിടെ 1/2 ഇഞ്ച് കൊടുത്തതും കൂടെ ചേർത്താണ് ഇവിടെ വരയ്ക്കുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ഒന്ന് കൊടുത്താൽ മതി. ഇങ്ങനെ സ്കെയിൽ വെച്ച് വരച്ച പോലെ കട്ട് ചെയ്യാതെ ചെറുതായിട്ടൊരു ഷേപ്പ് കൊടുത്ത് ഈ പോയിന്റ് മാർക്ക് ചെയ്തില്ലേ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ്. ഇവിടെയാണ് നമ്മൾ സ്കെയിൽ വരച്ച് പോയത്. അതിൻ്റെ തൊട്ട് താഴെ കൂടിയാണ് ഷേപ്പ്. വേറെ ചോക്ക് വെച്ച് വരയ്ക്കാം. സ്കെയിൽ വെച്ച് വരച്ചത് ഇവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ പിന്നെ നമ്മുടെ ഈ ടക്ക് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് താഴെ ആ ഒരു റൗണ്ട് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ടക്ക് പിടിച്ച് ചരിച്ച് തയ്ക്കത്തില്ലേ, അപ്പോഴിവിടെ നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചതിന് പുറമേ ഒരു ഷേപ്പ് കൊടുക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് ഷോൾഡറിലോട്ട് പോകാം. സാധാരണ നമ്മൾ ഇവിടെ തന്നെയാണ് കുഴിച്ച് കിട്ടുന്നത്. ഇപ്പം നമ്മൾ പഫ് സ്ലീവ് ആയതുകൊണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് ചെയ്യാം. ബാക്ക് ഷോൾഡർ നമ്മൾ കറക്റ്റ് ചെയ്തത് കഴുത്തിറക്കത്തിനനുസരിച്ച് ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ട് കുറച്ചല്ലേ, നമ്മളൊരു 1/4 ഇഞ്ചും കൂടി ഇവിടെ കുറയ്ക്കുകയാണ്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ് നമുക്കിവിടെ ഒരു പിടുത്തം വരത്തില്ല. പഫ് സ്ലീവ് ആയതുകൊണ്ട് നമുക്ക് അവിടെ പിടുത്തം വരത്തില്ല. കാലിഞ്ച് കൂടെ കുറച്ച് ഇങ്ങോട്ട് വരച്ച് ഇനിയാണ് നമ്മൾ ഇതിൽ ഷേപ്പ് കൊടുക്കുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ 1.5 ഇഞ്ചായിരുന്നു പകുതി ഷോൾഡറിൽ നിന്ന് കുറച്ചതെങ്കിൽ ഇപ്പം 1.25 ഇഞ്ച് കുറഞ്ഞിട്ടുണ്ട് ബാക്കിൽ. നമുക്ക് ഫ്രണ്ടിലും അതേപോലെ കുറയ്ക്കാം. ഇവിടെയും നമുക്ക് 1/4 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇതിൽ നിന്നാണ് നമുക്കിങ്ങനെ കുഴിച്ച് കിട്ടുന്നതിന്. ഈ ഭാഗം നല്ല നീറ്റായിട്ട് നിൽക്കും ഫ്രണ്ട്. ഇത് പഫ് സ്ലീവ് ആയതുകൊണ്ട് മാത്രമേ ഇങ്ങനെ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കിവിടെ ടൈറ്റ് വന്നു പോകും. നമ്മൾ സാധാരണ ഫ്രണ്ട് കുഴിച്ചു കിട്ടുന്ന അതേ വ്യത്യാസം നമുക്ക് എങ്ങനെ ചെയ്താലും കിട്ടും. കണ്ടോ, ഇത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഷോൾഡർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയും കൂടി ചെയ്താൽ അത് പഫ് സ്ലീവും കൂടി ആണെങ്കിൽ നമുക്ക് ഈ കഴുത്തിനെ വലിച്ച് ആ കഴുത്ത് അകന്നു പോകുന്ന ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാനും പറ്റും. ഇത്രയും ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഈ ലൈൻ പോയിന്റ് ലൈനിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ടക്ക് വരയ്ക്കും. കുഴിഞ്ഞ ഭാഗത്തുനിന്ന് സ്കെയിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ പോയിന്റും നമ്മൾ ഈ ഫ്രണ്ട് ആം ഹോളുമായിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ അത് നേരെ വരും. ആ ഒരു ലൈൻ നമുക്കിങ്ങനെ കൊടുക്കാം. ഈ പോയിന്റും തമ്മിൽ ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് അതിൽ കൂടുതൽ അകലം വേണ്ട. ഇനി ഇതിനകത്ത് കട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ പട്ടകൾ, ഫ്രണ്ട് ബാൻഡ്, അതുപോലെ സ്ലീവ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കട്ട് ചെയ്യാം. ഇത് നോക്കിയാൽ ഈ ബാൻഡ് തമ്മിലുള്ള വ്യത്യാസം ഇത്ര വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ടക്കൊക്കെ ഇടുമ്പോൾ ഇത് കുറച്ചുകൂടി മുകളിലാവും. ഏതളവായാലും നമുക്ക് ബാൻഡ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാനുള്ളതെല്ലാം പറഞ്ഞുതരാം, അടുത്ത വീഡിയോയിൽ പറയാം.
അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.